നേമം നിയോജക മണ്ഡലത്തിൽ 2016 BJP ജയിച്ചപ്പോൾ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അവിടെ BJPക്ക് ജയിക്കാൻ കിട്ടി, ഒരു സീറ്റ് കിട്ടി. പിന്നീട് അവിടെ വീണ്ടും എന്ന് പറഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല 13,860 വോട്ട് മാത്രമേ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളൂ. കെട്ടിവെച്ച കാശ് പോയി. അവിടെ പിന്നീട് മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് 30,000-ലധികം വോട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ വോട്ടില്ലായിട്ടല്ല, വോട്ടും മറച്ച് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ തന്നെയാണ് 2024 ഇപ്പോൾ സംഭവിച്ചത്. കോൺഗ്രസിൻ്റെ 86,000 വോട്ടാണ് കുറഞ്ഞത്. അവർ 3-ാം സ്ഥാനത്തേക്ക് പോയി. BJP 74,000 വോട്ടിന് ജയിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ കൃത്രിമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. അപ്പോൾ BJPയെ അക്കൗണ്ട് തുറക്കാൻ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തതയുള്ളപ്പോൾ ഇവിടെ CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ടാണ് BJP ബന്ധപ്പെടുന്നത് എന്ന കാര്യം പച്ചക്കള്ളം, ശുദ്ധ അസംബന്ധം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അപ്പോൾ പൊതുവായിട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്താ നിങ്ങൾ പറയണമെന്ന് പറയില്ലെങ്കിൽ നമുക്ക് ഈ ആരെ ആരെ ആരോപണം ഇത് പറയുന്നത്? പ്രതിപക്ഷ നേതാവിൻ്റെ അത് ഞാൻ പറയാം ആരോപണം. അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പോ മന്ത്രിസഭയോ അല്ല SITയെ തീരുമാനിച്ചത്. SITയെ തീരുമാനിക്കണം എന്ന് പറഞ്ഞത് CPIM ആണ്. ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞു SIT വേണം, പ്രത്യേക അന്വേഷണ സംഘം വേണം. കാരണം അവിടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് വിജിലൻസ് ആയിരുന്നു. വിജിലൻസ് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെയുള്ള ശബരിമലയിൽ തന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള വിജിലൻസാണ്. ആ വിജിലൻസ് അന്വേഷണം പോരാ, വിശദമായ അന്വേഷണം വേണം. അങ്ങനെ അന്വേഷണം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ ഹൈക്കോടതിയുടെ കീഴിലായിരിക്കണം അന്വേഷണം. അത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ SIT അന്വേഷണം വേണം. ആ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അന്വേഷണം വന്നതിനെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ സ്വാഗതം ചെയ്തു. UDFകാർ ആദ്യം അങ്ങനെ സ്വാഗതം ചെയ്തില്ല. പിന്നെ CBI വേണം എന്നെല്ലാം പറഞ്ഞു. അവസാനം അത് അന്വേഷണം മുന്നോട്ടേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു SIT അന്വേഷണം മതി. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ 2019 പിന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തന്നെ നിർദ്ദേശിച്ചു. 2017 കുടിമരം മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം, കുടിമരം മാറ്റുമ്പോഴുണ്ടായ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, ചെതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തൊരു പ്രതലമാണ് കുടിമരത്തിൻ്റെ പ്രതലം. നല്ല സിമെൻറ്റിട്ട തറയാണ്. ഒരു തരത്തിലും ചെതൽ അരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇല്ലാതെ ചെതലരിച്ചു എന്ന് പറഞ്ഞിട്ട് കുടിമരം മാറ്റാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്താൻ SITയോട് കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വന്നു വാജി വാഹനം, 10.5 കിലോ ഭാരമുള്ള നമ്മൾ സാധാരണ പറയാം പഞ്ചലോഹ കൂട്ടാണ്. അതിനെ സ്വർണം പൊതിഞ്ഞതാണ്. എത്രയായിരിക്കും അതിൻ്റെ മൂല്യം? ആർക്കും കണക്കാക്കാൻ സാധിക്കുന്നതല്ല. അത്ര മൂല്യമുള്ള ഈ പറയുന്ന സാധനം ഒരു തരത്തിലുള്ള നിയമവാഴ്ചയും അംഗീകരിക്കാതെ തന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അന്ന് കോൺഗ്രസിൻ്റെ
ദേവസ്വം ബോർഡാണെന്ന് കണ്ടോളണം, കൊടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എടുത്തുകൊണ്ടുപോയി. അതിപ്പോൾ തിരിച്ചുകൊണ്ട് വന്നു. അതിപ്പോൾ പോലീസ് കണ്ടെടുത്തു. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടിമരം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് നിർമ്മിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് പണം പിരിച്ചു. ഏതാണ്ട് 3 കോടി രൂപ പിരിച്ചു. അതിന് സ്വർണം പിരിച്ചു. എത്രയാണ് സ്വർണമെന്ന് അപ്പം കണക്കാക്കിയിട്ടില്ല. അപ്പോൾ ആ സ്വർണവും ഈ പണവും എവിടെ? ഈ വാജി വാഹനം കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തത് എന്തുകൊണ്ട്? അതിൻ്റെ ഭാഗമായിട്ട് ലഭിച്ച തുക എത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. 10 കൊല്ലത്ത് ഇത് മാത്രം പോരാ, 10 കൊല്ലം പിന്നോട്ടേക്കും അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്.